ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് സമാന വാക്യങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 21 വരെയുള്ള അധ്യായങ്ങളിലുള്ള. അപ്പോൾ ഈ സമാന വാക്യങ്ങൾ ഒത്തിരി ഡീറ്റെയിൽഡായിട്ടൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യം ഏതാണെന്നും കൂടി ഒന്ന് സൂചിപ്പിച്ചങ്ങ് പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു പഠനം ആശംസിക്കുന്നു. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ ഉദ്യമങ്ങളെ അങ്ങയുടെ തൃക്കരം നീട്ടി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ. ഒന്നാമത്തേത് ന്യായാധിപന്മാർ 11, 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ സമാനവാക്യം സംഖ്യ 20, 14, 22, 16. ഇവിടെ ഇസ്രായേൽ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അവിടെ ഏതോം തടസ്സം നിൽക്കുന്നതും സിപ്പോറിൻ്റെ മകൻ ബാലാക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തേത് ന്യായാധിപന്മാർ 11:35, സംഖ്യ 30:2. അത് നേർച്ച നേരുന്നതാണ്. ജഫ്ത നേർച്ച നേരുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം സംഖ്യയിൽ പറയുന്നത് നേർച്ച നേർന്നാൽ, കർത്താവിന് ആരെങ്കിലും നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം എന്നുള്ളത്. മൂന്നാമത്തെ അത് ന്യായാധിപന്മാർ 13:3, ലൂക്ക 1:5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് അറിയിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസോനെക്കുറിച്ചാണെങ്കിൽ ലൂക്കായിൽ സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് അറിയിക്കുന്നത്. ന്യായാധിപന്മാർ 13:5 സമാനവാക്യം സംഖ്യ 6, 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാസീർ വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യായാധിപന്മാർ 13:5 സാംസൺ നാസീർ വ്രതക്കാരനായിരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു. സംഖ്യയിൽ നാസീർ വ്രതം എങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ന്യായാധിപന്മാർ 13:18 സമാനവാക്യം ഉൽപ്പത്തി 32:29. അത് അവിടെ ദൂതൻ്റെ പേര്, അതായത് മനോവ ആ ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ബഹുമാനിക്കുന്നതിന് നിൻ്റെ പേര് ഞങ്ങളോട് പറയുക എന്ന് പറയുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ യാക്കോബും തൻ്റെ ദൂതനോട് ചോദിക്കുന്നുണ്ട് പേരെന്താണെന്ന്. അങ്ങനെ ആ ദൂതൻ്റെ പേര് ചോദിക്കുന്നതാണ് ഈ രണ്ട് ഭാഗത്തും സമാനവാക്യത്തിൽ വരുന്നത്. ന്യായാധിപന്മാർ 13:24, ലൂക്ക 1:80. അവിടെ കുട്ടി വളർന്നു, ശിശു വളർന്നു. ന്യായാധിപന്മാരിൽ സാംസൺ വളർന്നു, ലൂക്കയിൽ സ്നാപക യോഹന്നാൻ വളർന്നു. ന്യായാധിപന്മാർ 17:6 സമാനവാക്യം ന്യായാധിപന്മാർ 21-25. അത് അക്കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തു. ആ ഒരു കാര്യമാണ് ഇവിടെ രണ്ട് ഭാഗത്തും ഒരേപോലെ പ്രതിപാദിക്കുന്നത്. ന്യായാധിപന്മാർ 18:1 അതിൻ്റെ സമാനവാക്യം ജോഷുവ 19:40 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈ ദാൻ ഗോത്രത്തിൻ്റെ അവകാശം, നമ്മൾ ന്യായാധിപന്മാരിൽ പഠിക്കുമ്പം ദാൻ ഗോത്രത്തിന് അവകാശം ഇല്ലായിരുന്നു എന്ന് പറയുന്നില്ലേ, അപ്പം അതിൻ്റെ ആ കാര്യങ്ങളാണ് ജോഷുവയിൽ വരുന്നത്. ന്യായാധിപന്മാർ 19, 22, 24. അതിൻ്റെ സമാനവാക്യം ഉൽപ്പത്തി 19:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അത് നമുക്കറിയാം, ഗിബെയയിൽ ആ ഒരു ലേവ്യൻ്റെ ഉപനാരിക്കുണ്ടായ ദുരനുഭവം. അപ്പം അതേപോലത്തെ മ്ലേച്ഛത തന്നെയാണ് ലോത്തിൻ്റെ സമയത്തും ഉണ്ടായത്. ഈ കാര്യമാണ് ഇവിടെ രണ്ടിടത്തെയും പ്രതിപാദ്യ വിഷയം. ന്യായാധിപന്മാർ 19:29 അതിൻ്റെ സമാനവാക്യം 1 സാമുവൽ 11:7. ഇവിടെ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആ ഉപനാരിയുടെ ശരീരം 12 കഷ്ണങ്ങളാക്കി ഇസ്രായേൽ ദേശത്തെല്ലാം കൊടുത്തയച്ചു. 1 സാമുവേലിൽ സാവൂള് ഒരു കാളയെ നുറുക്കി കഷ്ണങ്ങളാക്കി എല്ലാ ദേശത്തേക്കും, അതായത് ഇസ്രായേലിലെ എല്ലാ ദേശത്തേക്കും കൊടുത്തയച്ചു. അതായത് യുദ്ധത്തിന് വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു സമൂഹത്തെ മൊത്തം ഒരു പ്രതിസന്ധി നേരിടാനായിട്ട് വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് രണ്ട് സ്ഥലത്തും. ന്യായാധിപന്മാർ 19:30 അതിൻ്റെ സമാനവാക്യം ഹോസിയ 10:9. അവിടെ പ്രതിപാദിക്കുന്നത് ഗിബെയയിലെ പാപമാണ്. ഗിബെയയിലെ പാപത്തെക്കുറിച്ച് തന്നെയാണ്. ഇപ്പം ന്യായാധിപന്മാർ 19:30 ഈ ഒരു സംഭവം അറിഞ്ഞ ഇസ്രായേൽക്കാർ അതിനെ ഇങ്ങനെ ഒന്ന് കേട്ടിട്ട് പോലുമില്ല. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് കേട്ടിട്ട് പോലും ഇല്ല എന്നവർ പറയുന്നു. അപ്പോൾ ഇതേ കാര്യം തന്നെ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഗിബെയയിലെ പാപത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
താങ്ക് യു. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.